सत्र में कई महत्वपूर्ण निर्णय लिए जाएंगे. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ വിമർശിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി. പ്രസംഗത്തിൽ മുഴുവൻ വ്യാജ വാഗ്ദാനങ്ങളായിരുന്നുവെന്നും പാവം രാഷ്ട്രപതി വായിച്ചു തളർന്നുവെന്നും സോണിയ പാർലമെന്റിന് പുറത്ത് പ്രതികരിച്ചു. No comment. No, the president was getting very tired by the end. Repeating the same thing again and again. No, she could hardly speak, poor thing. थोड़ा पीछे हो जाइए, थोड़ा पीछे हो जाइए. സോണിയാഗാന്ധിയുടെ പാവം പരാമർശത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി രാഷ്ട്രപതി ഭവൻ. സോണിയയുടെ പരാമർശം അംഗീകരിക്കാനാകില്ലെന്ന് രാഷ്ട്രപതി ഭവൻ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള NDA സർക്കാരിന്റെ തുടർച്ചയായ മൂന്നാം ടേമിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ സാമ്പത്തിക ബജറ്റാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ്. ഫെബ്രുവരി 1 പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നതോടെ തുടർച്ചയായി 8 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ കേന്ദ്ര ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ മാറും. തുടർച്ചയായി 6 ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയെ കഴിഞ്ഞ തവണത്തെ ബജറ്റോടെ നിർമ്മല സീതാരാമൻ മറികടന്നിരുന്നു. പാർലമെന്റിലെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമനാണ്. 2 മണിക്കൂറും 42